നടിയാക്രമണ കേസിലെ വിധി കേട്ട് പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന മുറവിളി പലയിടങ്ങളിൽ നിന്നും ഉയരുന്നു. ഈ നാട്ടിലെ നീതിപീഠത്തിൽ വിശ്വാസമില്ലെന്ന് പറയുന്നു. എന്നാൽ കോടതിക്കാണോ പ്രോസിക്യൂഷനാണോ ഇവിടെ വീഴ്ച സംഭവിച്ചത്? നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. വിധിപ്പകർപ്പിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ ഒന്നൊന്നായി തുറന്നു കാട്ടുന്നുണ്ട്. ഇവിടെ കോടതി ഉന്നയിച്ച പല ചോദ്യങ്ങളും പരിശോധിക്കണം. അതിജീവിതയുടെ മൊഴികൾ വിശ്വസിക്കാനാകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഇതോടൊപ്പം പൾസർ സുനിയുടെ സുഹൃത്തായ യുവതിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. അവർ ആ ദിവസം എന്തിനാണ് സുനിയെ പലതവണ ഫോണിൽ വിളിച്ചത്? എന്തുകൊണ്ട് യുവതിയെ സാക്ഷിയാക്കിയില്ല? ഈ ചോദ്യങ്ങൾക്കൊപ്പം പൾസർ സുനിയുടെ റീൽസുകളും വെല്ലുവിളിയും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അതിജീവിത കഴിഞ്ഞാൽ അടുത്തത് നീയാണ്. പൾസർ സുനിയുടെ ഇൻസ്റ്റഗ്രാം റീലിന് താഴെ വിമർശിച്ച് കമന്റിട്ട യുവതിക്ക് നേരെയുള്ള ഭീഷണിയാണിത്. കൂളിംഗ് ഗ്ലാസ് ധരിച്ച് മൊബൈലിൽ സംസാരിച്ച് മാസ് BGMന്റെ അകമ്പടിയിൽ കോടതിയുടെ പടിക്കെട്ടുകളിൽ ഇറങ്ങി വരുന്ന പൾസർ സുനിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ റീൽസിനെതിരെ വിമർശനവുമായി ഇൻഫ്ലുവൻസർമാർ ഒന്നടങ്കം രംഗത്തെത്തിയതോടെ ക്ഷമാപണവുമായി പേജ് അഡ്മിൻ തന്നെ രംഗത്തെത്തി. സംഭവത്തിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പൾസർ സുനിയുടെ റീലുകളെ വിമർശിച്ച സ്ത്രീകൾക്ക് നേരെയാണ് പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന പേജിൽ ബലാത്സംഗ ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഉളുപ്പുണ്ടോ എന്ന് കമന്റിട്ട ഒരു യുവതിയോട് അതിജീവിതം കഴിഞ്ഞാൽ അടുത്തത് നീയാണെന്നും നിന്റെ ഊഴത്തിനായി കാത്തിരുന്നോളാനുമാണ് മറുപടി. വിമർശിച്ച പുരുഷന്മാരോട് കേട്ടലറയ്ക്കുന്ന ഭാഷയിലാണ് കമന്റ്. ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് നേരെയും ബലാത്സംഗ ഭീഷണിയുണ്ട്. പൾസർ സുനിയെ ന്യായീകരിച്ചും ലവ് ഫയർ ഇമോജികളും കമന്റിട്ടവർ നിരവധിയാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമുയർന്നതോടെ ക്ഷമ ചോദിച്ച പൾസർ സുനിയുടെ മാസ് വീഡിയോ പുറത്തുവിട്ട പാർക്കർ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നു. പോസ്റ്റിനോട് പ്രതികരിച്ച ലൈഫ് ഹക്കീം എന്ന ഇൻഫ്ലുവൻസറിന്റെ കമന്റിലാണ് മാപ്പപേക്ഷ. സ്വയം അധോലോക നായകനായി ചമയുന്ന രീതിയിലാണ് പൾസർ സുനിയുടെ റീലുകളെല്ലാം. സിനിമകളിലെ മാസ് ഡയലോഗുകൾ ഉപയോഗിച്ച് എല്ലാ റീലിലും സിഗരറ്റ് കത്തിക്കുന്നതും പുകയൂതി വിടുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. ഒടുവിൽ പങ്കുവച്ച പൾസർ സുനിയുടെ വീഡിയോയിൽ ആ ചിരിയാണ് സാറേ മെയിൻ എന്നാണ് ക്യാപ്ഷൻ. പാർക്കർ ഫോട്ടോഗ്രാഫിക്കെതിരെ വിമർശനവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വ്യാപകമായി രംഗത്തെത്തിയതോടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. എന്നാൽ കമന്റ് ബോക്സിലെ അശ്ലീല മറുപടികളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇൻഫ്ലുവൻസർമാർ വീഡിയോ പങ്കുവയ്ക്കുന്നത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച ദിവസം പൾസർ സുനിയെ നിരന്തരം ഫോണിൽ വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീ ആരാണ്? എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം പോയില്ല? ആ യുവതിയുടെ മൊഴിയെടുക്കാത്തതിൻ്റെ കാരണമെന്ത്? എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചതാണിത്. ശ്രീലക്ഷ്മി പൾസർ സുനിയുടെ സുഹൃത്തായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം അന്ന് കണ്ടെത്തിയത്. അവരുടെ സ്വകാര്യത മാനിച്ചാണ് മൊഴിയെടുക്കാത്തതെന്നാണ് പ്രോസിക്യൂഷന്റെ മറുപടി. വിധിപ്പകർപ്പിൽ കോടതി ഉന്നയിച്ച പല ചോദ്യങ്ങളുമുണ്ട്.
അതിജീവിതയുടെ മൊഴികൾ വിശ്വസിക്കാനാകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിൽ പറയുന്നു. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചന വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായതായാണ് കോടതി വ്യക്തമാക്കുന്നത്. കുറ്റകൃത്യം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പും അതിക്രമത്തിനിരയായ സ്ത്രീയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലും പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന പേരിലുള്ള നമ്പറിലേക്ക് വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകളും ലൊക്കേഷൻ വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് വരെ ശ്രീലക്ഷ്മിയിൽ നിന്ന് സുനിക്ക് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ SIT ശ്രീലക്ഷ്മിയെ സാക്ഷിയായി ഉൾപ്പെടുത്തിയില്ല. കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതിയുമായി ബന്ധം പുലർത്തിയ വ്യക്തി എന്ന നിലയിൽ സംഭവത്തിൽ കൂടുതൽ വെളിച്ചം വീശാൻ അവർക്ക് സാധിക്കുമായിരുന്നെന്ന് കോടതി നിരീക്ഷിച്ചു. സുനിയും ദിലീപും തമ്മിലുള്ളതായി ആരോപിക്കപ്പെടുന്ന ബന്ധത്തെക്കുറിച്ചും ഇവർക്ക് അറിവുണ്ടായിരിക്കാം. ഒരു സ്ത്രീയുടെ കൊട്ടേഷൻ പ്രകാരമാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന സുനിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ശ്രീലക്ഷ്മിയെ സാക്ഷിയായി ഉൾപ്പെടുത്താത്തത് ദിലീപിനെതിരെ ഉന്നയിച്ച പ്രോസിക്യൂഷൻ വാദത്തിൽ ഗുരുതരമായ സംശയം സൃഷ്ടിക്കുന്നുവെന്നും കോടതി വിലയിരുത്തി. കുറ്റകൃത്യം നടന്ന 2017 ഫെബ്രുവരി 17 വൈകുന്നേരം 6:22 7:59 ഇടയിൽ സുനിയെ 6 തവണ അവർ വിളിച്ചു. രാത്രി 9:03 9:56 ശ്രീലക്ഷ്മിയിൽ നിന്ന് 7 സന്ദേശങ്ങളും സുനിക്ക് ലഭിച്ചു. അന്ന് രാത്രി 10:30 10:48 ഇടയിലാണ് നടിയെ ബലാത്സംഗം ചെയ്ത വീഡിയോകൾ പകർത്തിയതായി ഫോറൻസിക് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ശ്രീലക്ഷ്മിയിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചത് രാത്രി 9:56 അതായത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പാണിതെന്ന് കോടതി കണ്ടെത്തി. അതേസമയം ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് 3-4 തവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് പറയുന്നു. ഫോണും അന്ന് തന്നെ പോലീസിന് കൈമാറിയിരുന്നു. അത് തിരികെ വാങ്ങിയിട്ടില്ല. പൾസർ സുനി ബസ് ഡ്രൈവറായിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സൗഹൃദമുണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന ദിവസം ശ്രീലക്ഷ്മിയെ പൾസർ സുനി ഫോണിൽ വിളിച്ച് ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിരുന്നു. അതെന്താണെന്നറിയാനാണ് ആ രാത്രിയിലും സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. എന്നാൽ അന്വേഷണത്തിലൊന്നും ഇല്ലാത്തതിനാലാവാം പോലീസ് ഈ വിവരം കോടതിയിലെത്തിക്കാതിരുന്നതെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നു. കേസിൽ 6 പ്രതികളെ ശിക്ഷിക്കുകയും ദിലീപ് അടക്കമുള്ള 4 പേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചുള്ള കോടതി പരാമർശവും ചർച്ചയായത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ പോലീസുകാരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കുക. കുറച്ചുനാൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ പിന്നാലെ നടന്നു. ഇപ്പോൾ കൺമുന്നിലുള്ള രാഹുലിനെ പിടികൂടാൻ കഴിയാതെ നെട്ടോട്ടം. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ MLAയുടെ അറസ്റ്റ് വിലക്ക് നീട്ടിയതോടെ ആകെപ്പെട്ടത് പോലീസുകാരാണ്. ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും അന്വേഷണ സംഘം നടത്തിയിരുന്നു. മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുലിൻ്റെ ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനാണ് ഹൈക്കോടതി തീരുമാനം. രണ്ടാമത്തെ യുവതിയുടെ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാരിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നതും മാറ്റിവെച്ചു. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക്
മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇത് കണക്കിലെടുത്താണ് സിംഗിൾ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത് നീട്ടിയത്. ആദ്യത്തെ കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി വിലക്കിയത്. വീണ്ടും പരിഗണിച്ചപ്പോൾ കേസ് വ്യാഴാഴ്ച വാദത്തിലെടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അന്നുവരെ അറസ്റ്റും വിലക്കി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയെന്നുമാണ് രാഹുലിന്റെ വാദം. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല. ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ആദ്യ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം പത്തനംതിട്ടയിലുണ്ടാകണമെന്നും ജില്ല വിട്ടു പോകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിന്റെ ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കുക. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതോടെ 15 ദിവസം ഒളിവിലായിരുന്ന രാഹുൽ കഴിഞ്ഞ 11-നാണ് പാലക്കാട് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ നിലവിൽ അടൂരിലെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിനിറങ്ങിയപ്പോൾ പിന്നാലെ പോലീസ് പാഞ്ഞെത്തിയിരുന്നു. ഷാഡോ പോലീസ് സംഘമാണ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വീടിന് മുന്നിലുള്ളത്. രാഹുൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ ഇവർക്ക് നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രകടനം കണ്ട് കോരിത്തരിച്ച ചില പുരുഷ ആക്ടിവിസ്റ്റുകളുണ്ട്. അയാൾക്ക് പുതിയ രക്ഷകന്റെ പരിവേഷമാണ് മെൻസ് അസോസിയേഷനൊക്കെ നൽകിയത്. എന്നാൽ ജാമ്യം കിട്ടിയ ശേഷം രാഹുൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന കാഴ്ച കണ്ടാൽ ഒരാളും സഹിക്കില്ല. കുറച്ചു ദിവസം ജയിലിൽ കിടന്നപ്പോൾ കക്ഷിയാള് മര്യാദക്കാരനായെന്നാണ് തോന്നുന്നത്. 16 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ജയിലിന് പുറത്ത് മെൻസ് അസോസിയേഷൻ രാഹുൽ ഈശ്വറിന് സ്വീകരണം നൽകി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയ രാഹുൽ ഈശ്വർ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡന കേസ് ഉയർത്തിക്കൊണ്ടുവന്നതെന്നും ആരോപിച്ചു. രണ്ട് തവണ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം അനുവദിച്ചത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും 16 ദിവസമായി ജയിലിൽ കിടക്കുകയാണെന്നും രാഹുൽ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, മറ്റു കേസുകളിൽ അകപ്പെടാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. അന്യായമായാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ആരോപിച്ച് പ്രതിഷേധ സൂചകമായി ഒരാഴ്ചയോളം രാഹുൽ ജയിലിൽ നിരാഹാരം കിടന്നിരുന്നു. എന്നാൽ തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ പിന്നീട് നിരാഹാരം അവസാനിപ്പിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിന് പുറത്ത് രാഹുലിന് മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. കുടുംബാംഗങ്ങളും സ്വീകരിക്കാൻ എത്തിയിരുന്നു. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാനാവില്ലെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡന കേസ് ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രമിച്ചതെന്നും രാഹുൽ ആരോപണമുയർത്തി. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീപീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട്
എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് രാഹുലിനെ അഭിഭാഷകരും കുടുംബവും വിലക്കുന്നതും കാണാമായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു വന്ന യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസ്. സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ടെക്നോ സിറ്റിയായ കഴക്കൂട്ടത്ത് താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൻ്റെ നടുക്കം മാറും മുൻപേ കണ്ണൂരിലും സമാന സംഭവം. തലശ്ശേരിയിലാണ് നഴ്സുമാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറി യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചത്. പ്രതിയായ യുവാവിനെ 4.5 മണിക്കൂറിനകം തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പാനൂർ സ്വദേശി മുഹമ്മദ് അജ്മൽ എന്ന 27-കാരനാണ് പിടിയിലായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് നഴ്സുമാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ കടന്നു പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. വിവരം ലഭിച്ചയുടൻ പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പ്രതിയുടെ ചിത്രം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തലശ്ശേരി നാരങ്ങാപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലും പ്രതി കയറിയതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് തലശ്ശേരി SHO ബിജു പ്രകാശ, SI K അശ്വതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ടൗണിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ തെരച്ചിൽ നടത്തി. വൈകിട്ട് 6:10 തലശ്ശേരിയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പാനൂർ പാറാട് പുത്തൂർ ക്ലബിന് സമീപം മുക്കത്ത് ഹൗസിൽ മുഹമ്മദ് അജ്മൽ എന്ന 27-കാരനാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ SI അശ്വതി, CPOമാരായ സിജിൽ, ഹിരൺ, സായൂജ് എന്നിവർ ചേർന്ന് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. പ്രതിയുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ ബലാത്സംഗത്തിനും കവർച്ചയ്ക്കും ഉൾപ്പെടെ 4 കേസുകളുള്ളതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. CBI, ED, പോലീസ് എന്നിങ്ങനെ പരിചയപ്പെടുത്തി നിങ്ങളുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഭീഷണിപ്പെടുത്താനാകും ചില ഫോൺ കോളുകൾ വരുന്നത്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറയും. ഇങ്ങനെ വിളിക്കുന്നവരോട് എങ്ങനെ പ്രതികരിക്കണം? സമചിത്തത വീണ്ടെടുത്ത് കൃത്യമായ ഇടങ്ങളിൽ പരാതി നൽകിയാൽ ഇതുപോലുള്ള സൈബർ തട്ടിപ്പുകളിൽ വീഴാതെ രക്ഷപ്പെടാം. പ്രായമായ ആളുകളാണ് ഇത്തരം ചതിക്കൂലികളിൽ കൂടുതലായും വീഴുന്നത്. കൊച്ചി വൈപ്പിനിൽ വെർച്വൽ അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി വയോധികനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത് ഉത്തരേന്ത്യൻ സംഘമാണ്. ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിലാണ് തട്ടിപ്പ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് അക്കൗണ്ട് ഉടമയായ മുതിർന്ന പൗരൻ ബാങ്കിലെത്തുകയും അധികമാരോടും സംസാരിക്കാതെ തന്റെ അക്കൗണ്ടിലുള്ള 4.5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇടപാടുകാരന്റെ അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ ബ്രാഞ്ച് മാനേജർ പണമടയ്ക്കേണ്ട അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു. ഉത്തരേന്ത്യയിലുള്ള അക്കൗണ്ടാണെന്ന് മനസ്സിലാക്കിയ മാനേജർ പുറത്ത് ഭയപ്പാടോടെ നിൽക്കുകയായിരുന്ന ഇടപാടുകാരനിൽ നിന്ന് വിവരങ്ങൾ തിരക്കി. രാവിലെ 9 മണി മുതൽ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ പണം അയക്കണമെന്നും തട്ടിപ്പ് സംഘം അറിയിച്ചതിനെ തുടർന്നാണ് ബാങ്കിലെത്തിയതെന്ന് അക്കൗണ്ട് ഉടമ പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തതെന്ന വിവരം പുറത്തു പറയരുതെന്നും സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു. പരിഭ്രാന്തനായ ഇടപാടുകാരനെ ആശ്വസിപ്പിച്ച മാനേജർ നടന്നത് ഒരു സൈബർ തട്ടിപ്പ് ശ്രമമാണെന്നും സംഘത്തെ കൃത്യമായി പരിശോധിക്കാമെന്നും ബോധ്യപ്പെടുത്തി. തുടർന്ന് വിശദമായ പരാതി സൈബർ പോലീസിന് നൽകി.
ഇടപാടുകാരന്റെ അക്കൗണ്ട് വിവരങ്ങൾ ലോക്ക് ചെയ്തതായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് അറിയിച്ചു. നേരത്തെ മറ്റൊരു ബാങ്കിലുണ്ടായിരുന്ന 78,000 രൂപ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിരുന്നു. ഇതിനെതിരെ പരാതി നൽകാനും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജീവനക്കാരൻ ഇടപാടുകാരനെ സഹായിച്ചു. ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ്, സൈബർ അറസ്റ്റ് എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തി വരുന്ന കോളുകളോട് പ്രതികരിക്കരുതെന്ന് ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രായമായ ആളുകളാണ് ഇത്തരം ചതിക്കുഴിയിൽ അകപ്പെടുന്നതെന്നും തട്ടിപ്പിനെതിരെ വലിയ രീതിയിൽ ബോധവൽക്കരണം ആവശ്യമാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ നാട്ടിലെ ഓരോ വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ആചാരങ്ങൾ ചിലപ്പോൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താം. കാസർഗോഡ് നീലേശ്വരത്ത് ക്ഷേത്രോത്സവത്തിനിടെ യുവാവിന് തെയ്യത്തിൻ്റെ അടിയേൽക്കുന്ന കാഴ്ച ഭയപ്പെടുത്തുന്നതാണ്. രാത്രിയിൽ വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെ നീലേശ്വരം സ്വദേശി മനുവിനാണ് അടിയേറ്റത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റ മനുവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീലേശ്വരം പള്ളിക്കര പാലേരകീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യം വെള്ളാട്ടത്തിനിടയിലാണ് സംഭവം. പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിനിടയിൽ തെയ്യത്തിന്റെ തട്ടേറ്റ് യുവാവ് ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാളും പരിചയമേന്തിയ തെയ്യത്തിന്റെ തട്ടേറ്റ് ബോധരഹിതനായി വീണ യുവാവിനെ ആളുകൾ എടുത്തുകൊണ്ടുപോകുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പരിക്കേറ്റ നീലേശ്വരം സ്വദേശി മനു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ്. തട്ടും വെള്ളാട്ടം എന്ന് പേരിലറിയപ്പെടുന്ന തെയ്യം കെട്ടിയാടുന്നതിനിടെ കാഴ്ചക്കാരെ പോലും പരിച കൊണ്ട് തട്ടിമാറ്റും. തെയ്യത്തിൽ നിന്നും തട്ട് വാങ്ങാനും തെയ്യത്തെ ആവേശത്തിലേറ്റാനും വിശ്വാസികൾ ആർപ്പുവിളികളുമായി ചുറ്റും കൂടും. ഇങ്ങനെ നിന്നതായിരുന്നു മനുവും. തെയ്യത്തിന്റെ തട്ടേറ്റ് വീഴുകയായിരുന്നുവെന്നും എന്നാൽ മറ്റു പരിക്കുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും തെയ്യം കണ്ടാണ് ഇയാൾ മടങ്ങിയെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ഈ നാട്ടിലെ ക്രിമിനൽ സംഘങ്ങൾക്ക് പോലീസിനെ പോലും പേടിയില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാൽ അവരെയും ആക്രമിക്കും. തിരുവനന്തപുരം വർക്കലയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. ചെറുന്നിയൂർ സ്വദേശികളായ ജിജോ, ബിജിത്ത്, പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ സംഘർഷം അറിഞ്ഞെത്തിയപ്പോഴാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ഞായറാഴ്ച അർദ്ധരാത്രി വർക്കല വെട്ടൂർ ജംഗ്ഷന് സമീപം കാറിലെത്തിയ സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ASI നജീബ്, പോലീസ് ഡ്രൈവറായ സുജിത് എന്നിവർ സംഭവ സ്ഥലത്തെത്തി. പോലീസ് വിവരം ചോദിച്ചറിയുന്നതിനിടെ കാറിലുണ്ടായിരുന്ന ജിജോ, ബിജിത്ത് എന്നിവർ പുറത്തിറങ്ങി അതിക്രമം കാട്ടുകയായിരുന്നു. എന്റെ പിരിവായിട്ട് നീ പിരിവായിട്ട് എന്റെ പിരിവായിട്ട് നീ വാ
എൻ്റെ പേരുമായിട്ട് എനിക്ക് കേട്ടോ. എൻ്റെ പേരുമായിട്ട് FFIS, CFS, AFS എനിക്ക് വേണം. എന്നിട്ടാ വിടാം നിനക്ക് കേട്ടോ. കൈവിട്ടെ പേരുമായിട്ട് വിളിച്ചോ. പിന്നെ എടാ പേരുമായിട്ട് വിളിച്ചോ. പോലീസ് ഡ്രൈവറായ സുയിത്തിന്റെ മുഖത്തും ശരീരത്തിലും മർദ്ദിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് പോലീസ് വാഹനത്തിന്റെ സൈഡ് മിറർ ഇടിച്ച് കേടുവരുത്തി. കൂടുതൽ പോലീസ് എത്തി ബലിപ്രയോഗത്തിലൂടെയാണ് ചെറന്നിയൂർ സ്വദേശികളായ ജിജോ, വിജിത്ത്, നിയർ ഡാം സ്വദേശി പ്രവീൺ എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. നമ്മുടെ നാട്ടിൽ ഗുണ്ടകളെ പേടിച്ച് സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. തിരുവനന്തപുരം വർക്കലയിലെ ഒരു വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ചത് ക്രിമിനൽ സംഘത്തിൽപ്പെട്ട സഹോദരങ്ങളാണ്. വർക്കല ചെറുന്നിയൂർ സ്വദേശികളായ അനുശങ്കർ, അഭിലാഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിൽ ഇവർ പ്രശ്നമുണ്ടാക്കിയത് അമ്മയും മകനും പോലീസിനെ അറിയിച്ചതിൻ്റെ പകവിട്ടലായിരുന്നു വീട്ടിൽ കയറിയുള്ള ആക്രമണം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ചെറുന്നിയൂർ തെറ്റിക്കുളം മാടക്ഷേത്രത്തിൽ വെച്ച് സഹോദരങ്ങളായ അനുശങ്കറും അഭിലാഷും പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇത് അമ്പിളിയും അമ്മ ശശികലയും പോലീസിനെ വിളിച്ച് അറിയിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഇവർ താമസിക്കുന്ന വീട്ടിൽ കയറി ആക്രമണം നടത്തിയത്. ശശികലയുടെ മുഖത്ത് ഇരുമ്പുവടി കൊണ്ട് അടിച്ചതിനെ തുടർന്ന് മൂക്കിന്റെ എല്ല് പൊട്ടി. അക്രമം തടയാനെത്തിയ അമ്പിളിയെയും അതിക്രൂരമായി മർദ്ദിച്ചു. മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശശികലയും മകനും വർക്കല പോലീസിൽ നൽകിയ പരാതിയിലാണ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതോടെ ഒളിവിൽ പോയ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതികളുടെ അച്ഛന്റെ സഹോദരിയാണ് പരിക്കേറ്റ ശശികല. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുട്ടികളാണേലും മുതിർന്നവരാണേലും സ്വർണ്ണാഭരണം അണിഞ്ഞ് പുറത്തു പോകുമ്പോൾ അതീവ ശ്രദ്ധ വേണം. കാരണം മോഷ്ടാക്കൾ വഴിയരികിൽ പതിയിരിക്കുന്നുണ്ട്. തക്കം കിട്ടിയാൽ സ്വർണം പിടിച്ചു പറിക്കും. മലപ്പുറത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന UKG വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണാഭരണം കവർന്നതാണ് ഒടുവിലത്തെ സംഭവം. കേസിൽ അരിമ്പ്ര സ്വദേശി ഉമ്മറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖം മറച്ചെത്തി കുട്ടിയെ ഭയപ്പെടുത്തിയാണ് പ്രതി കവർച്ച നടത്തിയത്. അരിമ്പ്ര പൂതനപ്പറമ്പിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. സ്കൂൾ ബസ്സിൽ പതിവായി പോകുന്ന കുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി നേരത്തെ നോട്ടമിട്ടിരുന്നു. സംഭവ ദിവസം സ്കൂളിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടികളെ വഴിക്ക് കുറുകെയുള്ള വാഴത്തോട്ടത്തിലൂടെ മുഖം മറച്ചെത്തിയ പ്രതി ഭയപ്പെടുത്തി. തുടർന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവള ബലമായി ഊരിയെടുക്കുകയായിരുന്നു. കറുത്ത ഷർട്ടും പാൻസും ധരിച്ച് മുഖം തുണികൊണ്ട് മറച്ചയാളാണ് വള തട്ടിയെടുത്തതെന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കറുത്ത വസ്ത്രം ധരിച്ചയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ വെള്ള ഷർട്ട് ധരിച്ചൊരാൾ കുട്ടികൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിന് മുന്നിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികളുടെ മുന്നിലേക്ക് പ്രതി എടുത്തു ചാടുന്ന അവ്യക്ത ദൃശ്യങ്ങൾ ആവർത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തുമ്പ് ലഭിച്ചത്. ഇതോടെ വെള്ള ഷർട്ട് ധരിച്ച ബസ് സ്റ്റോപ്പിൽ ഇരുന്നിരുന്ന അരിമ്പ്ര പൂതനപ്പറമ്പിൽ തോരക്കാട്ട് ഉമ്മറിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. ഇയാൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. സ്വർണ്ണവള കാവന്നൂരിലെ ഒരു കടയിൽ വിറ്റതായും കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. CI PM ഷമീർ, SI ഹരിദാസ്, പോലീസ് ഉദ്യോഗസ്ഥരായ അമർനാഥ്, അബ്ദുല്ല ബാബു,
തുടങ്ങിയവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് 18 തിരൂർ. സാധാരണക്കാർ നടത്തുന്ന ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും അതിരൂക്ഷമായി പ്രതികരിക്കുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ തങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ലെന്ന തരത്തിലാണ് പല പോലീസുകാരുടെയും പ്രവർത്തനം. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് SIയും സിനിമാ താരവുമായ ശിവദാസനെതിരെ കേസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മട്ടന്നൂർ എടയന്നൂരിൽ വെച്ചാണ് ശിവദാസൻ ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. ശിവദാസൻ കണ്ണൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സിനിമാ താരവും കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് SIയുമായ P ശിവദാസനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കിയത്. ചാലോട് ഭാഗത്ത് നിന്നും മട്ടന്നൂരിലേക്ക് പോകുകയായിരുന്ന ഇദ്ദേഹത്തിന്റെ കാർ എടയന്നൂരിൽ വെച്ച് നിയന്ത്രണം വിട്ട റോഡരികിലെ കലിങ്കിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ പിന്നോട്ട് നീങ്ങി മറ്റൊരു കാറിലും തട്ടി. ഇതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞ മട്ടന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ ശിവദാസൻ അമിതമായി മദ്യപിച്ചതായി കണ്ടെത്തി. വെള്ളാന്ന് അവർക്ക് ഇറങ്ങാൻ തന്നെ ആയിരുന്നില്ല. മദ്യപിച്ചതിനു പുറമെ അശ്രദ്ധയോടെയും അപകടകരമാവിധം വാഹനമോടിച്ചതിന്റെ പേരിലുമാണ് മട്ടന്നൂർ പോലീസ് ശിവദാസനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ കണ്ണോത്തുംചാലിൽ വെച്ച് ശിവദാസൻ ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിലൂടെ കേസ് ഒഴിവാക്കുകയായിരുന്നു. വീണ്ടും സമാന സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഇദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമെന്നാണ് പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. സംസ്ഥാന അവാർഡുകൾ നേടിയ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഉൾപ്പെടെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ കൂടിയാണ് ശിവദാസൻ കണ്ണൂർ. ന്യൂസ് 18 കണ്ണൂർ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വ്യാപകമായി അക്രമങ്ങളും ഭീഷണി പ്രസംഗങ്ങളും ഒക്കെ തുടരുകയാണ്. എതിരാളികളെ വകവരുത്തുമെന്ന് മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുന്ന നേതാക്കൾ നമ്മുടെ നാടിനെ ഏത് പ്രാകൃത നൂറ്റാണ്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് CPM മുസ്ലിം ലീഗ് നേതാക്കൾ കൊലവിളി പ്രസംഗം നടത്തിയത്. തൃശ്ശൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ BJP പ്രവർത്തകന് കുത്തേറ്റ സംഭവമുണ്ടായി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കണ്ണൂർ പാനൂരിൽ നടന്ന സംഘർഷത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലായി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് മലപ്പുറത്ത് CPM ലീഗ് നേതാക്കൾ ഭീഷണി പ്രസംഗം നടത്തിയത്. CPMനെ കളിപഠിപ്പിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി അവിടെ ചെങ്കടി ഉയർത്തുമെന്നാണ് മുൻ പഞ്ചായത്ത് അംഗം ഫൈസലിന്റെ ഭീഷണി. ഒരിക്കൽ കൂടി പറയാണ്, തെരുവുനാറികളെ, ഇനി എങ്ങാനാ ആട്ടുംതുക്കുമായി കുറുങ്കാടിന്റെ ഏലത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കയ്യോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് വളാഞ്ചേരിയിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ശിഹാബുദ്ദീൻ ഭീഷണി മുഴക്കി. വന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകരുടെ നേരെ കയ്യോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവനെ ഞങ്ങൾ തിരിച്ചു തല്ലാതെ
ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് പ്രകോപനം തുടർന്നാൽ ഫറോക്കിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികൾ അറിയാമെന്നും സമീഷ് പറയുന്നു. ഫറോക്കിൽ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. ഇനിയും ഞങ്ങളെ നേരെ, ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിൽക്കണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. തൃശൂർ ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ BJPയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രവർത്തകര് കുത്തേറ്റു. അയ്യരു വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത്. DYFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് BJP ആരോപിച്ചു. കണ്ണൂർ പാനൂരിൽ നടന്ന ആക്രമണത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലായി. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കാസർഗോഡ് മംഗൽപാടിയിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയ 5 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. മംഗൽപാടി പഞ്ചായത്തിലെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് പച്ചനമ്പാറയുടെ വീടിന് നേരെയായിരുന്നു അക്രമം. അഷ്റഫിന്റെ മകൾ ഫാത്തിമ സൈലയുടെ പരാതിയിലാണ് കേസ്. അവരും ഞങ്ങളെ ഫസ്റ്റ് എന്താക്കി പടക്കം പൊട്ടിച്ച് കൈക്ക് തെറിപ്പിച്ച്, ഫസ്റ്റ് പടക്കം കൈക്ക് പൊട്ടിച്ച് തെറിപ്പിച്ചിട്ടാകുമ്പോൾ കല്ല് ഞങ്ങൾ എറിഞ്ഞു. ഞങ്ങൾ മേലിലേക്ക് ഇങ്ങനെ എൻ്റെ ചേച്ചി ഗർഭിണിയായ ചേച്ചിയാണ്, അവള് വയറ്റിനെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി. എൻ്റെ മേളിലേക്ക് 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഇങ്ങനെ തള്ളിയില്ല. അക്രമത്തിൽ പരാതിക്കാരിക്കും മാതാവ് അവ്വാബിക്കും സഹോദരി അമീറയ്ക്കും പരിക്കേറ്റിരുന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയവരെ ആക്രമിച്ച 15 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തേക്ക് ആഹ്ലാദ പ്രകടനം നടത്തിയ ലീഗ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് കേസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് കുന്നമംഗലം രാംപൊയിലിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. 4 മാസം മുൻപ് കാണാതായ നരിക്കുനി സ്വദേശിയുടേതാണെന്നാണ് പോലീസിന്റെ സംശയം. പാലക്കാട് ഒറ്റപ്പാലത്ത് അനധികൃത വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ വയോധികൻ മരിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ലക്കിടി മുളഞ്ഞൂർ സ്വദേശി രാധാകൃഷ്ണന്റെ മരണത്തിൽ പിടിയിലായത് പ്രദേശവാസിയായ ബാലകൃഷ്ണൻ. ബംഗളൂരുവിൽ ലഹരി പാർട്ടിക്കിടെയുള്ള പോലീസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 4ാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്ക്. ബ്രൂക്ക്ഫീൽഡിലെ സ്വകാര്യ ഹോട്ടലിൽ ഡ്രെയിനേജ് പൈപ്പിലൂടെ താഴെ ഇറങ്ങാൻ ശ്രമിച്ച 21-കാരിയാണ് താഴേക്ക് വീണത്. പരീക്ഷാ ദിവസങ്ങൾ അടുക്കുംതോറും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. പല വിദ്യാർത്ഥികൾക്കും ആ സമയമാകുമ്പോഴേക്കും ടെൻഷനും വിഷമവും പേടിയുമൊക്കെയാണ്. പരീക്ഷാ കാലയളവിൽ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയും കരുതലും മക്കളുടെ മേൽ വേണം. തിരുവനന്തപുരം വെള്ളറടയിൽ +2 വിദ്യാർത്ഥിനി പാലത്തിൽ നിന്നും ആറ്റിൽ ചാടിയത് പരീക്ഷാ പേടി കാരണമാണ്. 17-കാരി പുഴയിൽ ചാടുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പരീക്ഷാ പേടി കൊണ്ടാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് വിദ്യാർത്ഥിനിയുടെ മൊഴി. നിങ്ങളുടെ മക്കളെ പരീക്ഷാ പേടിയോ ആത്മഹത്യാ പ്രവണതയോ അലട്ടുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ കാരണക്കാരാരാണ്? മക്കളുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾ അമിത പ്രതീക്ഷ പുലർത്തുമ്പോഴാണ് കുട്ടികളിൽ അത് സമ്മർദ്ദമായി മാറുന്നത്. പരമാവധി കുട്ടികളെ ചേർത്തു നിർത്താനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും രക്ഷിതാക്കൾ തന്നെ മുൻകൈ എടുക്കണം കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.